ആഡ് സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ്. അരിയേഴ്സ് പറഞ്ഞാൽ എന്താ? അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അർത്ഥം. ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് അരിയേഴ്സ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കിട്ടാത്ത ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട്, കിട്ടാത്ത എമൗണ്ട്. ഓക്കെ, എന്താണെന്ന് പറയുന്നത് 16,000 രൂപ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ 2012 സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 16,000 രൂപ കേട്ടോ. അപ്പോൾ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ ജസ്റ്റ് നോക്കി പഠിക്കുക. ഓക്കെ, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സബ്സ്ക്രിപ്ഷൻ അരിയേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ കാണിക്കാം. 2012 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. കാരണം 2013 അക്കൗണ്ടാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടു ബാലൻസ് വീഡിയോ പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഇങ്ങനെ എഴുതുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ അല്ലേ? അപ്പോൾ ഡ്യൂറിങ് പ്രീവിയസ് ഇയർ ഞാൻ ബ്രാക്കറ്റിൽ 2012 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നത് ക്ലബ് സബ്സ്ക്രിപ്ഷൻ 16,000. ഓക്കെ, ആൻഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ കിട്ടി. അത് ഇതെന്താ ക്രെഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിയ എമൗണ്ട് ആണ്, അത് കാരണമാണ് ക്രെഡിറ്റ് ചെയ്യണത്. ഓക്കെ, 2012 കിട്ടിയ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വേണം നമ്മൾ ഇത് കാണിക്കാൻ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2012 പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നോക്കി പഠിക്കുക. ഓക്കെ, അതിന് അഡ്വാൻസ് 4,000 അഡ്വാൻസ് ആയിട്ട് 4,000 രൂപ കഴിഞ്ഞ കൊല്ലം പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4,000 എന്ന് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31/12/2013 the club received a subscription of 208,000 of which 10,400 was related to 2014. During their year ended 31/12/2013 കറണ്ട് ഇയർ ആണ് 2013. നമ്മൾ ഈ 31st ഇല്ലേ, എങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നെന്ന് വെച്ചാൽ നമ്മളത് കറണ്ട് ഇയർ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. കറണ്ട് ഇയർ. ഓക്കെ, 2012 നേരത്തെ വന്നിട്ട് അതിനെ പ്രീവിയസ് ഇയർ ആയിട്ട് കാണിക്കാം. 2013 കറണ്ട് ഇയർ ആയിട്ട് വേണം കാണിക്കാം. The club received subscription of 208,000 of which 10,400 was related to 2014. Club received subscription of 208,000. അതിന് നമുക്ക് എന്ത് പറഞ്ഞിട്ട് കാണിക്കണം? ബൈ റെസിപ്റ്റ്. റിസീവ് ചെയ്യാണ്, അപ്പോൾ റെസിപ്റ്റാണ്, റെസിപ്റ്റ് കിട്ടിയതാണ്. ഓക്കെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കാണിക്കാൻ. എത്രയാണ്? 2,08,000. 2,08,000. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ വെച്ചിട്ടാണ് ഓഫ് വിച്ച് 10,400 വർ റിലേറ്റഡ് ടു 2014. അത് തന്നെ 10,400 2014 അടയ്ക്കാനുള്ളതായിരുന്നു. അത് 2013 അടച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2014 അടയ്ക്കാനുള്ളത് മുൻകൂട്ടി അടച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 10,400. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് എഴുതണം? ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേണം ഇതാൻ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്
കറണ്ട് ഇയർ ആണ് കേട്ടോ ഇവിടെ എടുക്കേണ്ടത്. കറണ്ട് ഇയർ പോകുമ്പോൾ 2013 കിട്ടിയത് വേണം നമ്മളിവിടെ കാണിക്കാം. ഓക്കെ, എത്രയാണ്? 10,400 ഓക്കെ. 2014 മുൻകൂട്ടി അടച്ചത്, 2013 മുൻകൂട്ടി 14ത്തെ എമൗണ്ട് അടച്ചത് കാരണമാണ് കേട്ടോ. ഓക്കെ, 10,400. ഓക്കെ, ഓൺ 31st December 2013 കറണ്ട് ഇയർ ആണ്. 2013 കറണ്ട് ഇയർ ആണ്. ഓക്കെ, ദർ വാസ് 4 members who had not paid subscription for 2013. അതിന് 4 പേര് സബ്സ്ക്രിപ്ഷൻ അടച്ചിട്ടില്ല എന്ന് പറയുന്നത് ഫോർ 2013. 2013 സബ്സ്ക്രിപ്ഷൻ അടച്ചിട്ടില്ല. 2013 കറണ്ട് ഇയർ ആണ്. കറണ്ട് ഇയറിൽ കേട്ടോ 1,600 per person അടച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അടച്ചിട്ടില്ലാത്തതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കണം. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ പറഞ്ഞിട്ട് കാണിക്കാം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് കറണ്ട് ഇയർ ചെയ്യുമ്പോൾ 2013. ഓക്കെ, എത്രയാണ് എമൗണ്ട്? 1,600. 4 പേഴ്സൺ, 4 ആൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1,600 ഇൻറ്റു 4 ആൾ. ഓക്കെ, 6,400 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, 1,600 ഇൻറ്റു 4 എത്ര? 6,400 ആണ് നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. റൈറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വരയ്ക്കാനാണ് പറയുന്നത്. 2013 കറണ്ട് ഇയർ ആണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ആദ്യം 2012 പറഞ്ഞിട്ട് തുടങ്ങണ്ടാവും. അത് പ്രീവിയസ് ഇയർ ആയിട്ട് നമുക്ക് കാണിക്കാം. 2013 പറഞ്ഞിട്ട് കാണിക്കാം. അത് കറണ്ട് ഇയർ. 31 എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ ആയിട്ട് വേണം കാണിക്കാൻ. എനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 31/12/2030. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കാം. കറണ്ട് ഇയർ ആയിട്ട് കാണിക്കണം. 1/1/2013 പ്രീവിയസ് ഇയർ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ വെച്ചിട്ടാ 2012 12ാം മാസം 31 2012 ബുക്സ് ക്ലോസ് ചെയ്യുക. അപ്പോൾ 1 വേണം നമ്മൾ ബുക്സ് ഓപ്പൺ ചെയ്യുക. അത് പ്രീവിയസ് ഇയർത്തെ എമൗണ്ട് ആയിട്ടാണ് കണക്കാക്കുക. നമ്മൾ ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിലത്തെ എമൗണ്ട് നമുക്ക് ടാലി ആക്കാം. ഓക്കെ, എത്രയാണ്? 4,000 പ്ലസ് 2,08,000 പ്ലസ് 6,400 പ്ലസ് 2,18,400 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, രണ്ട് സൈഡിലും കാണിക്കുക. 2,18,400 ആ ബാലൻസ് ആയിട്ട് വരുന്ന ആ എമൗണ്ടില്ലേ, അത് വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാൻ. ബാലൻസ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അത് കാണിക്കാൻ. ഓക്കെ, 1,18,400 മൈനസ് 10,400 മൈനസ് 16,000. ഓക്കെ, എത്ര? 1,92,000 ആണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട്. 1,92,000 ആണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടത്തെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. എന്നാണ് പറഞ്ഞ് ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക. പ്രീവിയസ് ഇയർ ആയിട്ട് അതിൽ തന്നിട്ടുണ്ടാവും, പിന്നെ കറണ്ട് ഇയർ ആയിട്ട് പിന്നെ തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് ആയിട്ട് 2013. ഇനിയിപ്പോൾ അഥവാ നെക്സ്റ്റ് ഇയർ ആയിട്ട് തരും ചിലപ്പോൾ. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2014 ആയിട്ട്. 14ത്തെ എമൗണ്ടില്ലേ, അത് മുൻകൂട്ടി 2013 അടയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ 2013 ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ ഫുൾ മാർക്ക് പഠിക്കാൻ സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. CMA ക്വാളിഫൈ ആവാന്ന് വെച്ചാൽ നന്നായി എഫേർട്ട് എടുക്കുക. 2 മണിക്കൂർ ദിവസം വെച്ച് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ.